പ്രിയപ്പെട്ട +1 തുല്യതാ പഠിതാക്കളെ, നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നവംബർ 2019 ഈക്വലൻസി എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യേണ്ടായി അല്ലേ. അതിൻ്റെ കുറച്ച് ക്വസ്റ്റ്യൻസ് 17 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ബാക്കി 5 മാർക്കിനുള്ള പാരഗ്രാഫ് ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകണം കേട്ടോ. ക്വസ്റ്റ്യൻസ് 18 to 24. ആൻസർ എനി 5 ഫ്രം ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ. ഈച്ച് ക്യാരീസ് 5 സ്കോർസ്. ഏതെങ്കിലും 5 എണ്ണം എഴുതിയാൽ മതി ഇവിടെ, പക്ഷെ നമ്മളത് കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യാൻ പോവാം. റീച്ച് ആൻ അപ്രീസിയേഷൻ ഓഫ് ദ പോയം എ പൂർ വുമൺ ലേൺസ് ടു റൈറ്റ്. ഇത് 5 മാർക്കിനുള്ള ചോദ്യമാണ്, 8 മാർക്കിനുള്ളതല്ല. അതുകൊണ്ടൊരു പാരഗ്രാഫിൻ്റെ പരുവത്തിൽ എഴുതിയാൽ മതി അല്ലെ. അപ്രീസിയേഷൻ അങ്ങനെ വലിച്ചു നീട്ടി എഴുതേണ്ട ആവശ്യമൊന്നുമില്ല. 5 മാർക്കിന് ആവശ്യമായ ഉത്തരം ഇവിടെയുണ്ട്. The poem A Poor Woman Learns to Write is a small descriptive poem written by Margaret Atwood. മാർഗരറ്റ് അറ്റ്വുഡ് എഴുതിയ ഒരു ഡിസ്ക്രിപ്റ്റീവ് പോയമാണ് അല്ലേ, ഒരു നെറേറ്റീവ് മോഡലുള്ള പോയമാണ് എ പൂർ വുമൺ ലേൺസ് ടു റൈറ്റ് എന്നുള്ളത്. The magnitude of success a person enjoys depends on his life situations. ഒരാൾ എൻജോയ് ചെയ്യുന്ന സക്സസിൻ്റെ വലുപ്പം എന്നുള്ളത് അയാളുടെ ലൈഫ് സിറ്റുവേഷൻസ്, ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിരിക്കും. അതായത് ജീവിതത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് ഈ വിജയത്തിൻ്റെ ഒരു വലുപ്പമൊക്കെ കണക്കാക്കുന്നത്. Some silly achievements may make him or her proud. അപ്പോൾ ചെറിയ ചെറിയ ആളുകൾക്ക് എന്ത് സംഭവിക്കും? ചെറിയ അച്ചീവ്മെൻറ്റ്സ് പോലും വലിയ ആഹ്ലാദമുണ്ടാക്കും. The poem here reflects on what a poor woman who hopes for liberation has gained through education. ഈ പോയം എന്താണ് പറയുന്നതാണ്? ഇറ്റ് റിഫ്ലെക്ട്സ്, അത് പ്രതിഫലിപ്പിക്കുന്നു പോയം എന്ത്? ഓൺ വാട്ട് എ പൂവർ വുമൺ ഹു ഹോപ്സ് ഫോർ ലിബറേഷൻ. സ്വാതന്ത്ര്യത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു പാവം സ്ത്രീ, അത് കിട്ടുകയാണ് ആ സ്ത്രീക്ക്. ഹാസ് ഗെയിൻഡ് എങ്ങനെ? ത്രൂ എഡ്യൂക്കേഷൻ, വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് സ്വാതന്ത്ര്യം കിട്ടുകയാണ്. ദിസ് പോയം narrates the tension and fear of a woman who is trying to write for the first time at the age of 30. 30-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ട് എഴുതാൻ പോകുന്ന ഒരു സ്ത്രീയുടെ ടെൻഷനും ഫിയറും ഒക്കെയാണ് ഈ പോയത്തിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. However, she writes it laboriously by her strong determination. എന്തിനായാലും അവളത് കംപ്ലീറ്റ് ആക്കിയാണ് അല്ലേ. ഷീ റൈറ്റ്സ് ഇസ് ലബോറിയസ്ലി. എങ്ങനെ? ആ ലബോറിയസ്ലി എന്നുള്ള വാക്ക് ഇന്നോട്ട് കോമഡിൽ എഴുതിയിട്ടുണ്ടാവും. വളരെ പണിപ്പെട്ടിട്ടാണ്. ഷീ ടേക്സ് മച്ച് എഫേർട്ട് ടു കംപ്ലീറ്റ് ദാറ്റ് ലെറ്റർ. അതിന് എങ്ങനെയാണത് കംപ്ലീറ്റ് ചെയ്യണത്? ബൈ ഹർ സ്ട്രോങ് ഡിറ്റർമിനേഷൻ. ആ ഉറച്ച മനസ്സ്, ഉറച്ച തീരുമാനം എടുത്തുകൊണ്ടാണ് അവർ എഴുതുന്നത്. എഴുതിയേ പറ്റൂ എന്നുള്ള തീരുമാനം. ഹർ ഫേസ് ഈസ് ഗ്ലോയിങ് വിത്ത് ദ ഷൈൻ ഓഫ് വിക്ടറി. അവസാനം നമുക്ക് കാണാം അവരുടെ മുഖത്ത് ആ വിജയത്തിൻ്റെതായ തിളക്കം കാണാൻ പറ്റും അല്ലേ. ബട്ട് ദാറ്റ് വിക്ടറി മേ നോട്ട് ബി പ്രഷ്യസ് ടു അതേഴ്സ്. ഒരു പക്ഷേ മറ്റുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ ഒരു വിജയത്തിന് വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല, അവർക്കതിന് വലിയ വിലയൊന്നും ഉണ്ടാവില്ല. ദ ഓതർ യൂസസ് മെറ്റാഫേഴ്സ് ടു എക്സ്പ്രസ് എ ഫേസ്. നമുക്ക് കാണാം ഇവിടെ കുറച്ച് മെറ്റാഫേഴ്സ്. എന്താണ്? അവരുടെ മുഖം എന്തുപോലെയൊക്കെ ഉണ്ട് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ജോയ്ഫുൾ റേഡിയൻ ഫ്ലവർ അല്ലേ. ഹെർ ഫേസ് ഈസ് ജോയ്ഫുൾ റേഡിയൻ ഫ്ലവർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ദ സൺ ഓൺ വാട്ടർ, അങ്ങനെയൊക്കെ വെള്ളത്തിലെ സൂര്യനെ പോലെ പ്രകാശിക്കുന്നു, പ്രകാശം പരത്തുന്ന ഒരു പൂവ്, സന്തോഷം നിറഞ്ഞ ഒരു പുഷ്പത്തെ പോലെയുണ്ട് അവരുടെ മുഖം എന്നൊക്കെ പറയുന്നുണ്ട്. ബട്ട് ഫോർ ദാറ്റ് വുമൺ ഇറ്റ്സ് എ വിക്ടറി ഓഫ് ഇഗ്നോറൻസ്, ഡാർക്ക്നെസ് ആൻഡ് ഇല്ലിറ്ററസി. പക്ഷെ നമുക്ക് വിലയില്ലെങ്കിലും ആ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അതൊരു വിക്ടറി തന്നെയാണ്, ഒരു വിജയം തന്നെയാണ്. എന്തിൻ്റെ മുകളിലുള്ള വിജയം? അറിവില്ലായ്മയുടെ, ഇഗ്നോറൻസ്, നിരക്ഷരതയുടെ, അതുപോലെ ഇരുട്ടിൻ്റെ, ഇല്ലിറ്ററസി എന്ന് പറഞ്ഞാലും അത് തന്നെയാണ് അല്ലേ, നിരക്ഷരത, സാക്ഷരത ഇല്ലാത്ത അവസ്ഥ. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള ഒരു വിജയം തന്നെയാണ് എൻ്റെ ആ സ്ത്രീയുടെ ഈ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ദ ലാംഗ്വേജ് യൂസ്ഡ് ഹിയർ ഈസ് സിമ്പിൾ ആൻഡ് ഓൾമോസ്റ്റ് പ്രോസൈക് ഓർ കോൺവെർസേഷണൽ. ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഭാഷ എന്ന് പറയുന്നത് അല്ലേ, സ്റ്റൈൽ എങ്ങനെയാണ്? സിമ്പിളാണ്, അതുപോലെ തന്നെ പ്രോസൈക്. പ്രോസൈക് മീൻസ് ലൈക്ക് ദാറ്റ് ഓഫ് എ പ്രോസ്, ഒരു ഗദ്യരൂപേണയുള്ള പദ്യമാണ്. അല്ലാണ്ട് അതിന് വലിയ പ്രാസവും കാര്യങ്ങളൊന്നുമില്ല. ഇറഗുലറാണ്. അതുപോലെ തന്നെ കോൺവെർസേഷണൽ ടോണിലാണ്. വലിയ അടുക്കും ചിട്ടയൊന്നും ഓരോ ലൈൻസിലും കാണാനൊന്നുമില്ല അല്ലേ. അപ്പോൾ ഇതാണ് ആ ഒരു സിമ്പിളായിട്ടുള്ള അപ്രീസിയേഷൻ. 19-ാമത്തെ ചോദ്യം. പ്രിപ്പയർ നോട്ടീസ് ഫോർ ദ കണ്ടോളൻസ് മീറ്റിംഗ് ഓർഗനൈസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് ഗലി രാംനാഥൻ ആസ് എ ട്രിബ്യൂട്ട് ടു മെഹമ്മൂദ് ദ കൈറ്റ് മേക്കർ. കൈറ്റ് മേക്കറായ മെഹമ്മൂദിനെ ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട്, ട്രിബ്യൂട്ട് എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ്, ശ്രദ്ധാഞ്ജലി എന്നൊക്കെയാണ്, അല്ലെങ്കിൽ സ്തുതി എന്നൊക്കെ പറയാം. അപ്പോൾ മൂപ്പർക്ക് ഒരു ശ്രദ്ധാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ഒരു കണ്ടോളൻസ് മീറ്റിംഗ്, അനുശോചന യോഗം കൂടുന്നുണ്ട് ഗലി രാംനാഥിലെ ആളുകളൊക്കെ കൂടെ. അതിനെ സംബന്ധിക്കുന്ന ഒരു നോട്ടീസ് പ്രിപ്പയർ ചെയ്യാനാണ്. അപ്പോൾ നോട്ടീസിൻ്റെ ഫോമാറ്റ് ഇങ്ങനെയൊക്കെയാണ്. ആദ്യം നോട്ടീസ് ഓർഗനൈസ് ചെയ്യുന്ന ടീംസ് ആരാണെങ്കിൽ അതിൻ്റെ പേര് മുകളിൽ എഴുതണം. സ്കൂളൊക്കെ ആണെങ്കിൽ സ്കൂളിൻ്റെ പേര് എഴുതാം. ഇവിടെ എങ്ങനെ? പ്രാദേശിക കൂട്ടായ്മയാണ്, അതുകൊണ്ടാണ് ലോക്കൽ കമ്മ്യൂണിറ്റി എഴുതിയത്. പിന്നെ നോട്ടീസിന് എഴുതുക
സബ്ജക്റ്റ് എന്താണെന്ന് എഴുതുക. നമുക്കിവിടെ സബ്ജക്റ്റ് ഉണ്ട്, കണ്ടോളൻസ് മീറ്റിംഗ്, എ ട്രിബ്യൂട്ട് ടു മെഹമ്മൂദ്. പിന്നെ സ്ഥലം ഏതാണെന്ന് എഴുതി, നോട്ടീസ് ഇടുന്ന ഡേറ്റ് എഴുതി. Respected villagers of Galay, it has been decided to conduct a condolence meeting in connection with the demise of Mahmud, the kite maker. ഇതൊരു നോട്ടീസ് എഴുതുമ്പോഴും ഇങ്ങനെ തുടങ്ങാവുന്നതാണ് അല്ലേ. ഇറ്റ് ഹാസ് ബീൻ ഡിസൈഡഡ് ടു കണ്ടക്ട്. അതിനുശേഷം, അതായത് കണ്ടക്റ്റിന് ശേഷം എന്താണ് പ്രോഗ്രാമെങ്കിൽ അത് നമുക്ക് പറയാവുന്നതാണ്. ഇവിടെ കണ്ടോളൻസ് മീറ്റിംഗ് ആണ്. എന്തുമായിട്ട് ബന്ധപ്പെട്ടത്? ഇൻ കണക്ഷൻ വിത്ത് ദ ഡിമൈസ് എന്ന് പറഞ്ഞാൽ ഡെത്ത് ഓഫ് അവർ മെഹമ്മൂദ് ദ കൈറ്റ് മേക്കർ. പിന്നെ അദ്ദേഹത്തിൻ്റെ അഡ്രസ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു ഇമാജിനറി അഡ്രസ്സാണ് അലി വില്ല, ഗലി രാംനാഥൻ സ്ട്രീറ്റ്. This is a public meeting arranged by the mob of Gali to commemorate our beloved Mahmud. ഇതൊരു പബ്ലിക് മീറ്റിംഗ് ആണല്ലേ, അറേഞ്ച്ഡ് ബൈ ദ മോബ്. മോബ് എന്ന് പറഞ്ഞാൽ ക്രൗഡ്, പീപ്പിൾ എന്നർത്ഥമുള്ളൂ. ഗലിയിലെ ആളുകൾ മുഴുവൻ അറേഞ്ച് ചെയ്ത ഒരു പൊതു മീറ്റിംഗ് ആണിത്. എന്തിനു വേണ്ടി? ടു കമ്മമറേറ്റ്, സ്മരിക്കുക, ഓർമ്മിക്കുക. ആരെയാണ്? അവർ ബിലവഡ് മെഹമ്മൂദ്. പിന്നെ നോട്ടീസിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് 3 കാര്യങ്ങളാണ്. ഡേറ്റ്, ആ പരിപാടി നടക്കുന്ന ഡേറ്റ് എന്നാണ്, വെന്യൂ എവിടെയാണ്, ടൈം എപ്പോഴാണ് അല്ലേ, ഡേറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നോട്ടീസിൻ്റെ തുടക്കത്തിൽ നമ്മളൊരു ഡേറ്റ് കൊടുത്തിരുന്നു. അതിനുശേഷം വരുന്ന നോട്ടീസ് പബ്ലിഷ് ചെയ്തിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ പരിപാടി നടക്കുക, അല്ലെങ്കിൽ പരിപാടി നടക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് വേണ്ടേ നോട്ടീസ് ഇറക്കാൻ. അപ്പോൾ അത് കണ്ടിട്ട് ഡേറ്റ് ഇടുക. വെന്യൂ, ഇവിടെ വെന്യൂ കൊടുത്തിട്ടുള്ളത് എ ടെമ്പററി സെറ്റപ്പ്, ടെമ്പററി ഓണിങ് നിയർ ദ ബനിയൻ ട്രീ. അവിടെ ഗ്രാമത്തിൽ വലിയൊരു ബനിയൻ ട്രീ ഉണ്ട്. അവിടുത്തെ ഒരു പന്തൽ, ഒരു ടെമ്പററി ആയിട്ട് ഒരു പന്തലിട്ടിട്ടുണ്ട്, ഓണിങ് കൊണ്ടതാണ്. അവിടെ വെച്ചിട്ടാണ് പരിപാടി നടക്കുന്നത്. ഈ ടൈം 11-നും 1-നും ഇടയിൽ. ദ ഹോൾ വില്ലേജ് ഈസ് റിക്വസ്റ്റഡ് ടു അസംബിൾ ദർ ടു പേ എ ട്രിബ്യൂട്ട് ആൻഡ് പ്രേ ഫോർ ദ ഡിസീസ്ഡ്. എല്ലാ വില്ലേജേഴ്സിനോടും അഭ്യർത്ഥിക്കുകയാണ് അവിടെ ഒന്നിച്ചു ചേരാൻ, അസംബിൾ ചെയ്യാൻ. എന്തിനു വേണ്ടി? ടു പേ എ ട്രിബ്യൂട്ട്, ശ്രദ്ധാഞ്ജലി അർപ്പിക്കാൻ. അതുപോലെ തന്നെ മരിച്ച ആൾക്ക് വേണ്ടി, ഡിസീസ്ഡ് ആണ്, ഡെഡ് എന്നാണ് അർത്ഥം, മരിച്ച ആൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ. സിഗ്നേച്ചർ സെക്രട്ടറി ഗലി. അടുത്ത ചോദ്യം, ക്യാരക്ടർ സ്കെച്ച് ഓഫ് ബെഗർ ഇൻ ദ സ്റ്റോറി ദ ബെഗർ. Give the Maupassant's short story The Beggar illustrates that man, the beggar, as alone and helpless against the hardships of life. മൗപ്പസാന്റിൻ്റെ ഷോർട്ട് സ്റ്റോറിയായ ബെഗർ അത് വിശദീകരിക്കുന്നത് ഇല്ലസ്ട്രേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ്സ് എന്നാണ് അർത്ഥം. ആ മനുഷ്യനെയാണ്. ഏത് മനുഷ്യനാണ്? ദ ബെഗർ. എങ്ങനെയാണ് അദ്ദേഹത്തെ ഇല്ലസ്ട്രേറ്റ് ചെയ്യുന്നത്? ആസ് അലോൺ, ഏകനാണ്, ഹെൽപ്ലെസ് ആണ്, അഗെയിൻസ്റ്റ് ദ ഹാർഡ്ഷിപ്സ് ഓഫ് ലൈഫ്, തൻ്റെ ജീവിതത്തിലെ പ്രയാസത്തിൽ ഏകനായും അതുപോലെ ഹെൽപ്ലെസ് ആയും ഇരിക്കുന്ന ബെഗറിനെ കുറിച്ചാണ് ഈ കഥ. ബോത്ത് ഹിസ് ലെഗ്സ് വെർ ക്രഷ്ഡ് അറ്റ് ദ ഏജ് ഓഫ് 15 ബൈ എ കാരേജ്. ഒരു വാഹനം മൂലം തൻ്റെ 2 കാലുകളും നഷ്ടപ്പെട്ടിരിക്കുന്നു, ക്രഷ്ഡ് ആയിരിക്കുന്നു. ആഫ്റ്റർ ദാറ്റ് ഹി കുഡ് മൂവ് അബൌട്ട് ഓൺ വുഡൻ ക്രച്ചസ്. അതിനുശേഷം അദ്ദേഹം നീങ്ങുന്നത് വുഡൻ ക്രച്ചസിൻ്റെ സഹായത്താലാണ്. ഹി വാസ് ബാപ്റ്റൈസ്ഡ്, ക്രിസ്ത്യാനി ആക്കപ്പെടുന്നു അദ്ദേഹം. എന്നിട്ടോ നിക്കോളാസ് ടൗസൺ എന്ന പേരും കിട്ടുകയാണ്. ഹി വാസ് ട്രീറ്റഡ് ആസ് എ വാഗബോണ്ട് ഓൾ ഹിസ് ലൈഫ്. ജീവിതത്തിലുടനീളം അലഞ്ഞു തിരിയുന്നവനാണ്. വാഗബോണ്ട് എന്നുള്ള അതാണ്. ഹി ന്യൂ ഓൺലി വൺ തിങ് ഇൻ ഹിസ് ലൈഫ്. ജീവിതത്തിൽ ഒരേ ഒരു കാര്യം അറിയാം. എന്തിന്? ഇറ്റ് വാസ് ടു ഹോൾഡ് ഔട്ട് ഹിസ് ഹാൻഡ്സ് ഫോർ ആംസ്. ഭിക്ഷയ്ക്ക് വേണ്ടി കൈനീട്ടാൻ മാത്രമേ അവൻ അറിയൂ. ഹി വാസ് ആൻ ഓഫൻ, അനാഥനാണ്. ഹി ഡ്രാഗ്ഡ് ഹിസ് ഡിഫോംഡ് ആൻഡ് ടാറ്റേഡ് പേഴ്സൺ ഫ്രം ഡോർ ടു ഡോർ. കീറിപ്പറഞ്ഞ വസ്ത്രം ധരിച്ച വികലാംഗനായ തൻ്റെ ശരീരത്തെയും ഏന്തി വലിച്ചുകൊണ്ട് വാതിൽ തോറും അലയുന്ന ഒരാളാണ് അദ്ദേഹം. ഹി ഡിഡ്ന്റ് ഗെറ്റ് എനിത്തിങ് ഫ്രം ദ വില്ലേജേഴ്സ് ആൻഡ് ഹി നെവർ ന്യൂ എനി പ്ലേസ് ഔട്ട്സൈഡ് ദ വില്ലേജ്. സ്വന്തം വില്ലേജേഴ്സിൻ്റെ അടുത്ത് നിന്ന് ഒരു കാര്യമില്ല, ഒരു ഭക്ഷണവും കിട്ടണില്ല, ഒന്നും കിട്ടണില്ല. മാത്രമല്ല തൻ്റെ വില്ലേജിന് പുറത്തൊരു സ്ഥലമുണ്ടെന്ന് അറിയും കൂടിയില്ല. പീപ്പിൾ നിക്നെയിംഡ് ഹിം ആസ് ബെൽ. ആളുകൾ അദ്ദേഹത്തെ ബെല്ലെന്ന് വിളിച്ചു. അറ്റ് ലാസ്റ്റ് ഹി വാസ് ടേക്കൺ ഹിംസെൽഫ് ടു എ കൺട്രി സൈഡ് ബിക്കോസ് ഓഫ് ഹങ്കർ. വിശപ്പ് കാരണം അദ്ദേഹം വേറൊരു ഗ്രാമപ്രദേശത്തേക്ക് എത്തിച്ചേരുകയാണ്. ഫൈനലി ഹി ബിക്കേം എ തീഫ് ഔട്ട് ഓഫ് ഹിസ് ഹങ്കർ. വിശപ്പ് കൊണ്ടൊരു കള്ളനായിത്തീരുന്നു. ഹി കിൽസ് വൺ ഓഫ് ദ ഫൗൾസ് ഫൗണ്ട് ദെയർ യൂസിങ് എ റോക്ക്. അവിടെ കണ്ട കുറച്ച് കോഴികളിൽ ഒരെണ്ണത്തിനെ എറിഞ്ഞു വീഴ്ത്തുന്നു. ദസ് ഹി വാസ് സിവിയർലി ബീറ്റൺ ബൈ ബോത്ത് ദ ഫാർമേഴ്സ് ആൻഡ് ദ പോലീസ്. അങ്ങനെ അയാൾക്ക് ഫാർമേഴ്സിൻ്റെ അടുത്തുനിന്നും പോലീസിൻ്റെ അടുത്തുനിന്നും കുറേ തല്ല് കിട്ടുകയാണ്. ലാസ്റ്റ് ഹി ഡൈസ് ഇൻ ദ ജയിൽ വിതൗട്ട് ഫുഡ്. ഭക്ഷണമില്ലാതെ ജയിലിൽ കിടന്ന് അദ്ദേഹം മരിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, 21st. Read the following lines from the poem The Refugee Mother and sketch the appearance of the mother as reflected in it.
റെഫ്യൂജി മദർ എന്നുള്ള പോയത്തിലെ കുറച്ച് ലൈൻസ് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് മദറിൻ്റെ അപ്പിയറൻസിനെ കുറിച്ചിട്ട് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ റെഫ്യൂജി മദർ എന്നുള്ള പോയത്തിലെ മദറിനെ കുറിച്ച് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റാവുന്ന ഒരു പാരഗ്രാഫ്. ദ മദർ ഇൻ ദ റെഫ്യൂജി ക്യാമ്പ് അഡോഴ്സ് ഹെർ കിഡ്. റെഫ്യൂജി ക്യാമ്പിലെ അമ്മ തൻ്റെ ആ കുട്ടിയെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. ഷീ ഈസ് ദ ഓൺലി മദർ ദ വിത്ത് എ ലിവിങ് ചൈൽഡ്. ജീവിച്ചിരിക്കുന്ന ഒരു കുട്ടിയുള്ള ഒരേ ഒരു അമ്മയാണ് അവർ. ഓൾ അതർ മദേഴ്സ് ഹാവ് ലോസ്റ്റ് ദെയേഴ്സ് അമേഴ്സ് ദ മിസറീസ് ഹങ്കർ ആൻഡ് ഡിസീസ് ദർ. മറ്റുള്ള എല്ലാ അമ്മമാർക്കും അവരുടെ കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എന്തിൻ്റെ എമിഡ്സ് ആണ് ഇൻ ദ മിഡിൽ ഓഫ്, അതിൻ്റെ മധ്യത്തിൽ. എന്തിൻ്റെ മധ്യത്തിലാണ്? മിസറീസ്, ദുരിതങ്ങളുണ്ട്, വിശപ്പുണ്ട്, ഡിസീസസ് ഉണ്ട്. ഇതൊക്കെ മധ്യത്തിൽ അങ്ങനെ ജീവിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ അവർക്ക് ഒരുപാട് കുട്ടികളെ നഷ്ടപ്പെട്ടിട്ടുണ്ട്. സോ ദിസ് മദേഴ്സ് അഫെക്ഷൻ ഫോർ ഹെർ സൺ ഈസ് ബൗണ്ട്ലെസ് ആൻഡ് ഡിവൈൻ. അതുകൊണ്ട് എന്താണ്, ഈ അമ്മയുടെ ആ കുട്ടിയോടുള്ള സ്നേഹം അത് ബൗണ്ട്ലെസ് ആണ്, അതിരില്ലാത്തതാണ്, അതുപോലെ തന്നെ ഡിവൈനുമാണ്, ദൈവികവുമാണ്. ഷി വെയേഴ്സ് എ ഗോ സ്മൈൽ. പദ്യത്തിൽ കാണാം അല്ലേ, ഒരുമാതിരി ചിരിയാണ്, ഒരു ഗോ സ്മൈലാണ്, പ്രേതക്കണക്കെയുള്ള ചിരി. ഹെർ പ്രൈഡ് ഈസ് സീൻ വെൻ ഹി കോം ദ റെസ്റ്റ് കളേഡ് ഹെയർ ലെഫ്റ്റ് ഓൺ ഹെർ സൺസ് സ്കൾ. വല്ലാത്തൊരു അഭിമാനം അവരുടെ മുഖത്ത് കാണാം. എപ്പോൾ? വെൻ ഹി കോംസ് ദ റെസ്റ്റ് കളേഡ് ഹെയർ, തുരുമ്പിൻ്റെ കളറിലുള്ള, ചുവന്ന കളറിലുള്ള മുടി അവൾ ചീന്തുന്ന സമയത്ത്, കോമ്പ് ചെയ്യുന്ന സമയത്ത് അല്ലേ, അത്രയേ ഉള്ളൂ, അത്രയേ ബാക്കിയുള്ളൂ. എവിടെ? ഓൺ ഹെർ സൺസ് സ്കൾ, തൻ്റെ മകൻ്റെ തലയോട്ടിയിൽ ശേഷിക്കുന്ന മുടി ചീകി അവർ അഭിമാനിക്കുന്നു. ബൈ ഐസ് ഷീ സിങ്സ്, കണ്ണുകൾ കൊണ്ടവർ പാട്ട് പാടുന്നു. ദെൻ ഷീ കെയർഫുള്ളി പാർട്സ് ഹിസ് ഹെയർ ആസ് ദോ ഷീ വെർ സെറ്റിംഗ് ഹിം അപ്പ് ടു ഹിസ് സ്കൂൾ. പിന്നെ ആ മുടി ഇങ്ങനെ വകഞ്ഞ് ചീന്തുകയാണ്. ഏതുപോലെ? ആസ് ദോ ഷീ വെർ സെറ്റിംഗ് ഹിം അപ്പ് ടു ഹിസ് സ്കൂൾ, ആ കുട്ടിയെ സ്കൂളിലേക്ക് വിടാൻ വേണ്ടി തയ്യാറെടുപ്പിക്കുന്നത് പോലെ. ഷീ ഈസ് ഡൂയിങ് ഇറ്റ് ലൈക്ക് പ്ലേസിങ് ഫ്ലവേഴ്സ് ഓൺ എ ടൈനി ഗ്രേവ്. അവരിതെല്ലാം ചെയ്യുന്നത് ഒരു ചെറിയ കുഴിമാടത്തിൽ പൂക്കൾ വയ്ക്കുന്നത് പോലെയാണ്. സൂണർ ഓർ ലേറ്റർ ഷീ മിസ്സസ് ഹെർ സൺ ടു. ഇപ്പോഴല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് അവൾക്ക് തീർച്ചയായിട്ടും ആ കുട്ടിയെ നഷ്ടപ്പെടും. ദ റൈറ്റർ യൂട്ടിലൈസസ് ദ വേർഡ്സ് ഗോസ്റ്റ് ആൻഡ് റെസ്റ്റ് ആസ് ഇല്ലസ്ട്രേഷൻസ് ഓഫ് ഡെത്ത്. ഇവിടെ ഗോസ്റ്റ് എന്ന് റെസ്റ്റ് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. അതൊക്കെ മരണത്തിൻ്റേതായിട്ടുള്ള വിവരണങ്ങളാണ് നമുക്ക് നൽകുന്നത്. അടുത്തത് ദ ബുവർ എന്നുള്ള പാഠം. അതിലെ ലൂക്കയുടെ കഥാപാത്രത്തെക്കുറിച്ച് എഴുതാനാണ്. കമൻറ്റ് ഓൺ ദ റോൾ ഓഫ് ലൂക്ക ഇൻ ദ പ്ലേ ദ ബുവർ. നമുക്കറിയാം, ലൂക്ക ഈസ് ആൻ ഓൾഡ് ആൻഡ് ഫെയ്ത്ത്ഫുൾ സെർവൻറ്റ് ഓഫ് പോപ്പോ, മിസിസ് പോപ്പോ ഇൻ ദ പ്ലേ ദ ബുവർ. ലൂക്ക എന്ന് പറയുന്നത് കുറച്ച് വയസ്സായിട്ടുള്ള വിശ്വസനീയനായ ഒരു സെർവൻ്റാണ് അല്ലേ പോപ്പോയുടെ വീട്ടിൽ. ഹി ഡിസ്ലൈക്സ് ദ മോർണിംഗ് കണ്ടീഷൻ ഓഫ് ഹിസ് മിസ്ട്രസ്. തൻ്റെ യജമാനത്തിയുടെ അവർ എപ്പോഴും കരഞ്ഞുകൊണ്ടിരിക്കുന്ന സ്വഭാവം പുള്ളിക്കാരന് ഇഷ്ടമല്ല. എപ്പോൾ? ഈവൻ ആഫ്റ്റർ 7 months ഓഫ് ഹെർ ഹസ്ബൻഡ്സ് ഡിമൈസ്. ഭർത്താവ് മരിച്ചിട്ട്, ഡിമൈസ് കൊണ്ട് ഡെത്ത്. അത് കഴിഞ്ഞ് 7 മാസം കഴിഞ്ഞിട്ടും ആ വിലാപം നിന്നിട്ടില്ല. അത് നമ്മുടെ ലൂക്കയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. ഹി അഡ്വൈസസ് ഹിസ് യങ് ആൻഡ് പ്രെറ്റി മിസ്ട്രസ്. തൻ്റെ ചെറുപ്പക്കാരിയായിട്ടുള്ള അത്യാവശ്യം ചന്തമുള്ള യജമാനത്തിയോട് പറയുന്നു ദാറ്റ് ഷീ ഷുഡ് നോട്ട് ഷട്ട് ഹെർ സെൽഫ് ഇൻ ദ 4 walls. അവൾ ഒരിക്കലും ആ 4 ചുമരുകൾക്കുള്ളിൽ അങ്ങനെ അടച്ചിരിക്കേണ്ടവളല്ല എന്ന്. ഹി കൺസോൾസ് ഹെർ. അവളെ ആശ്വസിപ്പിക്കുന്നു. ആൻഡ് മോട്ടിവേറ്റ്സ് ഹെർ. അവളെ പ്രചോദിപ്പിക്കുന്നു ടു മീറ്റ് പീപ്പിൾ. മറ്റുള്ള ആളുകളെ കാണാൻ. ഷീ ഹാസ് ഗ്രീവ്ഡ് ഓവർ ഇറ്റ് വെൽ ഇനഫ്. അവൾ ആവശ്യത്തിലധികം ദുഃഖിച്ചിട്ടുണ്ട്. ടു ഹിം ലൈഫ് ഈസ് നോട്ട് സംതിങ് ടു ബി വേസ്റ്റഡ് ബട്ട് ടു ബി എൻജോയ്ഡ്. ലൂക്കയെ സംബന്ധിച്ചിടത്തോളം ജീവിതം എന്ന് പറയുന്നത് എന്തെല്ലാം വേസ്റ്റ് ചെയ്യേണ്ട ഒരു സാധനമല്ല, ബട്ട് എൻജോയ് ചെയ്യേണ്ട ഒന്നാണ്. ടു ഹിം ഷീ ഈസ് യങ് ഇനഫ് ടു സ്റ്റാർട്ട് എ ലൈഫ് അന്യൂ. പുതിയതായിട്ടൊരു ജീവിതം തുടങ്ങാൻ മാത്രം ചെറുപ്പമാണ് അവൾ എന്നാണ് ലൂക്കയുടെ വിചാരം. ഇൻ ദ എൻഡ്, ലാസ്റ്റ്, ഹീ ഈസ് ടേക്കൺ അബാക്ക്, മീൻസ് ഹീ ഈസ് ഷോക്ക്ഡ് വെൻ ഹീ സീസ് പോപ്പോവ് ഇൻ സ്മിർനോവ്സ് ആംസ്. സ്മിർനോവിൻ്റെ കൈകളിൽ മിസ്സിസ് പോപ്പോവിനെ കാണുന്ന സമയത്ത് ഞെട്ടുന്ന ഒരു ലൂക്കയെ നമുക്ക് കാണാൻ സാധിക്കും. അടുത്ത ചോദ്യം. എ ജി ഗാർഡനർ ഡിസൈഡ്സ് ടു റൈറ്റ് അബൌട്ട് ദ തെഫ്റ്റ് ഓഫ് ഹിസ് ഹാറ്റ് ഇൻ ദ സ്മോക്കിംഗ് റൂം ഓഫ് ഹിസ് ഹൗസ് ഓഫ് കോമൺസ് ഇൻ ഹിസ് ഡയറി. തൻ്റെ സിൽക്ക് ഹാറ്റ് നഷ്ടപ്പെട്ട ദിവസം അദ്ദേഹം ഒരു ഡയറി എഴുതുകയാണ്. എന്തായിരിക്കും ആ ഡയറി? ഡയറിയുടെ ഫോർമാറ്റിൽ നമ്മൾ ഡേറ്റ് എഴുതി, ഡേ എഴുതി, തുടങ്ങുന്നു. ടുഡേ വാസ് എ തോട്ട് പ്രൊവോക്കിംഗ് ഡേ. ചിന്തോദ്ദീപകമായ ഒരു ദിവസമായിരുന്നു ഇന്ന്. തോട്ട് പ്രൊവോക്കിംഗ്, ചിന്തിപ്പിക്കുന്ന. I have seen people stealing things of various things, trifle to expensive. ഞാൻ ഒരുപാട് കള്ളന്മാരെ കണ്ടിട്ടുണ്ട് അല്ലേ. ഒരുപാട് പേരിങ്ങനെ മോഷ്ടിക്കുന്നത് എനിക്കറിയാം. അങ്ങനത്തെ നിസ്സാര വസ്തുക്കൾ മുതൽ എക്സ്പെൻസീവായിട്ടുള്ള വില പിടിച്ച വസ്തുക്കൾ വരെ മോഷ്ടിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. We have people who take it as an art. പലരും മോഷണം ഒരു
കലയാക്കിയിട്ടുണ്ട്. പീപ്പിൾ വിത്ത് അംബ്രല മോറൽസ്, അങ്ങനെയുള്ള ആളുകളുണ്ട്. അംബ്രല മോറൽസുള്ള ആളുകൾ അല്ലേ. അംബ്രല മോറൽസ് എന്താണെന്ന് നമ്മൾ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. ഇറ്റ്സ് ഷോക്കിംഗ് ടു സീ മൈ ഹാറ്റ് സ്റ്റോളൺ ഇൻ ദ സ്മോക്കിംഗ് റൂം ഓഫ് ദ ഹൗസ് ഓഫ് കോമൺസ്. ഹൗസ് ഓഫ് കോമൺസ് എന്നതിൻ്റെ ഒരു ഹാറ്റ് നഷ്ടപ്പെട്ടത്, ഹാറ്റ് മോഷ്ടിച്ചു കൊണ്ടുപോയത് എനിക്ക് ഷോക്ക് നൽകി. ഞാൻ ഞെട്ടിപ്പോയി. ഇറ്റ്സ് ഡൺ നോട്ട് ബൈ മിസ്റ്റേക്ക്. തീർച്ചയായിട്ടും അത് ആരെങ്കിലും അബദ്ധത്തിൽ എടുത്തുകൊണ്ട് പോയതല്ല. ആസ് ദർ വാസ് നോ സിൽക്ക് ഹാറ്റ് ലെഫ്റ്റ് ഇൻ ഇറ്റ്സ് പ്ലേസ്. ആ സ്ഥലത്ത് വേറെ സിൽക്ക് ഹാറ്റ് ഒന്നും ഉണ്ടാകുന്നില്ല, അതുകൊണ്ട് ആരും അബദ്ധത്തിൽ കൊണ്ടുപോയതല്ല അത്. ഓൺലി എ ഫൂൾ ഓർ എ റിയൽ തീഫ് ബൈ പ്രൊഫഷൻ ക്യാൻ ഡു ദിസ്. ഒന്നിലൊരു പൊട്ടൻ, അതല്ലെങ്കിൽ ഒരു ശരിയായ കള്ളൻ അല്ലെ, പ്രൊഫഷണൽ കള്ളൻ മാത്രമേ ഇങ്ങനെ ചെയ്യുള്ളൂ. ഇറ്റ് മൈറ്റ് ബി എ പൊളിറ്റിക്കൽ ലീഡർ. ഒരുപക്ഷെ ഏതെങ്കിലും പൊളിറ്റിക്കൽ ലീഡർ ആയിരിക്കാം. കാരണം നോ ലേബർ മാൻ ക്യാൻ പുട്ട് എ സിൽക്ക് ഹാറ്റ് ഓൺ ഇൻ എ മൊമെൻറ്റ് ഓഫ് അബ്സ്ട്രാക്ഷൻ. അദ്ദേഹം അത് പറയാൻ കാരണം ഇതാണ്, ഒരു തൊഴിലാളിയും സാധാരണ ജനങ്ങളൊന്നും അബ്സ്ട്രാക്ഷൻ്റെ സമയത്ത് തന്നെ, മോഷ്ടിച്ച സമയത്ത് തന്നെ ആ സിൽക്ക് ഹാറ്റ് തലയിൽ വെച്ച് കൊണ്ടുപോകില്ല. ഹി കാൺ പുട്ട് ഓൺ ദ സിൽക്ക് ഹാറ്റ് അറ്റ് ദ ടൈം ഓഫ് അബ്സ്ട്രാക്ഷൻ, തെഫ്റ്റ്. എ ഹാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സമ്മൺസ് പ്രസ്റ്റീജ് ഓർ റെപ്യൂട്ടേഷൻ. ഒരാളുടെ അന്തസ്, അതിനനുസരിച്ചിട്ടുള്ള തൊപ്പിയായിരിക്കും അയാൾ ധരിക്കുക. പിക്കിംഗ് ഓഫ് എ വെരി പേഴ്സണൽ തിങ് ലൈക്ക് ദാറ്റ് ഈസ് അൺപാർഡനബിൾ. ഇതുപോലെയുള്ളൊരു പേഴ്സണലായിട്ടൊരു സാധനം എടുത്തുകൊണ്ട് പോകുന്നത് ക്ഷമിക്കാവുന്നതല്ല. ഇറ്റ്സ് ഡിഫിക്കൽട്ട് ടു ആക്സെപ്റ്റ് ദാറ്റ്. നമുക്കത് സ്വീകരിക്കാൻ പ്രയാസമാണ്. എന്ത്, someone can put a strange hat on without being aware of the fact. പരിചിതമല്ലാത്തൊരു തൊപ്പി അറിയാണ്ട ഒരാളും തലയിൽ വെക്കാനുള്ള സാധ്യതയില്ല. അങ്ങനെ വിശ്വസിക്കാൻ പ്രയാസം. ഇറ്റ് കാൺ ബി ഡൺ ഈവൻ ബൈ മിസ്റ്റേക്ക്. അറിയാണ്ട് അങ്ങനെ ആരും ചെയ്യില്ല. യെറ്റ് ഇറ്റ്സ് ഡൺ. എന്നാലും അത് ചെയ്തിരിക്കുന്നു ഇവിടെ. സോ ഐ ഹാഡ് ടു ഗോ ബാഹെഡഡ് ത്രൂ ദ പാലസിയ ടു ബൈ എ ന്യൂ വൺ. അതുകൊണ്ട് എനിക്ക് നഗ്നശിരസ്കനായി, തലയിൽ തൊപ്പിയൊന്നുമില്ലാതെ പാലസ് മുറ്റത്തുകൂടെ അങ്ങനെ പുതിയൊരു തൊപ്പി വാങ്ങാൻ പോകേണ്ടി വന്നു ഇന്ന്. എ ജി ഗവർണറുടെ ഒരു ചുരുക്ക പേര് അല്ലേ, അദ്ദേഹം ഡയറിയിൽ അങ്ങനെയാണ് എഴുതുന്നത്, അല്ലെങ്കിൽ നമ്മളങ്ങനെ ആക്കി. നെക്സ്റ്റ്, റൈറ്റ് എ പാരഗ്രാഫ് അബൌട്ട് ദ റോൾ ഓഫ് ഗ്രാൻഡ് പാരൻസ് ഇൻ ദ ക്യാരക്ടർ ഫോർമേഷൻ ഓഫ് ചിൽഡ്രൻ ഇൻ അവർ ഹോം. കുട്ടികളുടെ വളർച്ചയിൽ ഗ്രാൻഡ് പാരൻസിനുള്ള അല്ലെ, മുത്തച്ഛനും മുത്തശ്ശിക്കുമുള്ള പങ്ക് എന്താണ്, അതിനെക്കുറിച്ച് ഒരു പാരഗ്രാഫ് എഴുതാനാണ്. എന്തിൻ്റെ ബേസിൽ? ഇൻ ദ ലൈറ്റ് ഓഫ് യുവർ റീഡിംഗ് ഓഫ് ദ സ്റ്റോറി ദ പോർട്രേറ്റ് ഓഫ് എ ലേഡി. പോർട്രേറ്റ് ഓഫ് എ ലേഡി നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിന് ഉത്തരം എഴുതേണ്ടത്. ഓക്കെ, ഹിയർ ഈസ് ദ മോഡൽ ആൻസർ. ഇറ്റ്സ് സെഡ് ദാറ്റ് ആഫ്റ്റർ ആൻ ഏജ് മാൻ റിട്ടേൺസ് ടു ഹിസ് ചൈൽഡ്ഹുഡ്. എല്ലാവരും പറയലുണ്ട്, ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ എല്ലാവരും കുട്ടിക്കാലത്തേക്ക് മടങ്ങുന്നു എന്ന്. ഡ്യൂറിങ് സെനിലിറ്റി, ആ ഒരു സമയത്ത്, വാർദ്ധക്യത്തിൻ്റെ സമയത്ത്, മാൻസ് ബെസ്റ്റ് കമ്പാനിയൻസ് ആർ ദയർ ഗ്രാൻഡ് ചിൽഡ്രൻ. ഒരാളുടെ ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്നത് അവരുടെ ഗ്രാൻഡ് ചിൽഡ്രൻ ആയിരിക്കും, പേരക്കുട്ടികൾ. ദേ ഹാവ് മോർ ടൈം ആൻഡ് മോർ സ്റ്റോറീസ് ടു ഷെയർ വിത്ത് ദം. അവർക്ക് ഒരുപാട് സമയവും ഒരുപാട് കഥകളും കുട്ടികളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടാവും. ചിൽഡ്രൻ ആർ മച്ച് അഫെക്ഷനേറ്റ് ടുവേർഡ്സ് ദെയർ ഗ്രാൻഡ് പാരൻസ്. കുട്ടികൾക്ക് ഏറ്റവും ഇഷ്ടം അവരുടെ ഗ്രാൻഡ് പാരൻസിനെ തന്നെയായിരിക്കും. All people share their life experiences, hardships, positive values, lessons of morality, need of discipline and so on, like story narration. ഒരു സ്റ്റോറി പറയുന്നത് പോലെ വയസ്സായ ആളുകൾ എന്ത് ചെയ്യുന്നു, കുട്ടികളോട് തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ, ലൈഫ് എക്സ്പീരിയൻസും തൻ്റെ കഷ്ടപ്പാടുകൾ, അതാണ് ഹാർഡ്ഷിപ്സ്, പോസിറ്റീവ് വാല്യൂസ്, മൂല്യങ്ങളെക്കുറിച്ച്, പിന്നെ മൊറാലിറ്റി, ധാർമ്മികത, അതുപോലെ നീഡ് ഓഫ് ഡിസിപ്ലിൻ, അച്ചടക്കത്തിൻ്റെ ആവശ്യകത, ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കും. ഇന്നസെൻറ്റ് ഹാർട്ട്സ് ഗ്രാസ്പ് ദം ഇമ്മീഡിയറ്റ്ലി. ആ ശുദ്ധരായ കുട്ടികൾ അല്ലേ, നിഷ്കളങ്കരായ കുട്ടികൾ ഇതെല്ലാം പിടിച്ചെടുക്കുന്നു പെട്ടെന്ന്. ഗ്രാൻഡ് പാരൻസ് ഫുൾഫിൽ എവറി ചൈൽഡ്സ് വിഷസ്. എല്ലാ കുട്ടികളുടെയും ആഗ്രഹങ്ങൾ ഗ്രാൻഡ് പാരൻസ് സാധിച്ചു കൊടുക്കുന്നു. ദാറ്റ് ദേ ആർ ലീനിയൻറ്റ് ഇൻ എവറി സിറ്റുവേഷൻ. എല്ലാ സാഹചര്യത്തിലും അവരങ്ങനെ ലീനിയൻ്റ് ആയിരിക്കും. ആൻഡ് ഡു നോട്ട് ലെറ്റ് ചിൽഡ്രൻ ക്രൈ. കുട്ടികളെ ഒരിക്കലും കരയിപ്പിക്കില്ല. ലീനിയൻ എന്ന് പറഞ്ഞാൽ കരുണയുള്ള, മയമുള്ള, അല്ലേ, ദയയുള്ള എന്നൊക്കെയാണ്. ഇപ്പോൾ കുട്ടികളോട് വളരെ ദയയോടുകൂടി മാത്രമേ ഉള്ളൂ പെരുമാറുക, കാർക്കശ്യമില്ലാതെ അല്ലേ. ദേ മോസ്റ്റ് ഓഫൺ ആക്ട്സ് ആസ് പ്രൊട്ടക്റ്റേഴ്സ് ആസ് ദ ചൈൽഡ് ഈസ് ബീയിങ് പണിഷ്ഡ് ബൈ പാരൻസ്. പാരൻസിൻ്റെ അടുത്ത് അടിയിട്ടുന്ന സമയത്ത് മിക്കവാറും പ്രൊട്ടക്റ്റേഴ്സായിട്ട് വരെ ഇവരായിരിക്കും. ഗ്രാൻഡ് പാരൻസ് ആർ എ കണക്ഷൻ ടു ദ പാസ്റ്റ് ആൻഡ് ആൻസസ്റ്റേഴ്സ്. ഈ കുട്ടികളെ പൂർവികരുമായിട്ട് ബന്ധിപ്പിക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആണ് അല്ലേ. പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഗ്രാൻഡ് പാരൻസ് ആണ്. They often transfer knowledge about customs and culture of their time. തൻ്റെ കാലത്തെ അല്ലെങ്കിൽ തങ്ങളുടെ കാലത്തെ അറിവുകളും ആചാരങ്ങളും എല്ലാം പറഞ്ഞു കൊടുക്കുന്നു. Children closely notices the actions of elders and tries to imitate. കുട്ടികളുടെ സ്വഭാവം അങ്ങനെയാണല്ലേ, അവരങ്ങനെ വിശദമായിട്ട് നിരീക്ഷിക്കും മുതിർന്ന ആളുകളുടെ ആക്ഷൻസ്, എന്നിട്ട് അതിനെ ഇമിറ്റേറ്റ് ചെയ്യാനും ശ്രമിക്കും.
സോ പാരൻസ് ഷുഡ് ബി കെയർഫുൾ വൈൽ ഡീലിംഗ് വിത്ത് ഗ്രാൻഡ് പാരൻസ്. അതുകൊണ്ട് പാരൻസ് എപ്പോഴും ശ്രദ്ധിക്കണം. പാരൻസിനോട് അവരുടെ പെരുമാറ്റം വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം. The portrait of a lady narrates how the author was attached towards his grandmother in each stages of his life. The portrait of lady എന്നുള്ള ആ കഥ എന്താണ് നമ്മൾ നരേറ്റ് ചെയ്യണത്? ഈ ഓതർ എങ്ങനെയാണ് തൻ്റെ ഗ്രാൻഡ് പാരൻസിനോട് അറ്റാച്ച്ഡ് ആയിരുന്നത് തൻ്റെ ജീവിതത്തിൻ്റെ ഓരോ ഘട്ടത്തിലും എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയുമാണ് 5 മാർക്കിന് ചോദിച്ച ചോദ്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് ഒരു 4-5 ചോദ്യം കൂടിയുണ്ട്, 6 മാർക്കിനും 8 മാർക്കിനുള്ളത്. അതുമായിട്ട് വീണ്ടും കാണാം. അതുവരെ ഗുഡ് ബൈ.